സോഷ്യോളജിയുടെ മോഡ്യൂൾ 2 ആണിത്. ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം എന്ന ടോപ്പിക്കാണ് ഈ ഒരു മോഡ്യൂളിലുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് എവറിത്തിങ് റിലേറ്റഡ് ടു ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇത്രയും പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം, സോ ദാറ്റ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആകും ഇതിനെക്കുറിച്ചുള്ളത്. ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം ഇത് രണ്ടും വളരെ പ്രസ്സിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് ആണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഈ രണ്ട് ഇഷ്യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഇഷ്യൂസ് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്ത് കിടക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് വ്യക്തികളെ സ്വാധീനിക്കുന്നു, ഫാമിലീസിനെ സ്വാധീനിക്കുന്നു. അപ്പം വ്യക്തികളും ഫാമിലീസും വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിറ്റീസിനെയും ഇവിടെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാം, അല്ലെ? ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള വയലൻസ് അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയർ. അപ്പൊ ഇത് ഒരു വ്യക്തി ഒരു പക്ഷേ മറ്റൊരു വ്യക്തിയെ, ആ സെയിം കുടുംബത്തുള്ള മറ്റു വ്യക്തിയെയോ വ്യക്തികളെയോ കൺട്രോൾ ചെയ്യാനോ ഡോമിനേറ്റ് ചെയ്യാനോ ശ്രമിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെ? ഇനി ആൽക്കഹോളിസം, അപ്പൊ ആൽക്കഹോളിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് AUD എന്നും അതിനെ നമുക്ക് പറയാം. അപ്പൊ അതൊരു ഡിസോർഡർ ആണ്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്നാണ് ശരിക്കും നമ്മൾ അതിനെ പറയേണ്ടത്. ഓക്കെ, അപ്പോ ഈ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉണ്ടാകുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിസം വരുമ്പോഴാണ്. അതായത് അമിതമായ മദ്യപാനം, അല്ലെ? അതിനെയാണ് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ AUD എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മദ്യപാനത്തെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ചിലപ്പം നമുക്കറിയാം, അല്ലെ, ആൾക്കാർ അവർ വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടാകുമ്പം മദ്യപിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു കൾച്ചർ അനുസരിച്ച് നമ്മുടെ കൾച്ചറൽ ഇവന്റ്സിനൊന്നും മദ്യം അതിന്റെ പാർട്ടല്ല. വിദേശികളെ പോലെ മദ്യം അതിന്റെ ഒന്നും ഒരു പാർട്ടല്ല. പക്ഷെ അങ്ങനെയുള്ള സംഗതികൾക്ക് മാത്രം മദ്യപിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് ആൽക്കഹോളിക് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഇത് ഈ നിരന്തരം മദ്യപിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ആണ്. അതായത് മദ്യം കഴിച്ചില്ലെങ്കിൽ അവരുടെ നോർമൽ ലൈഫ് മുമ്പോട്ട് പോകില്ല എന്നുള്ളത്. ഇനി നോട്ട് ഓൾ ഇൻഡിവിജ്വൽസ് ഹു സഫർ ഫ്രം ആൽക്കഹോളിസം എൻഗേജ് ഇൻ ഡൊമസ്റ്റിക് വയലൻസ്. അപ്പൊ അതായത് ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉള്ള എല്ലാ വ്യക്തികളും ഡൊമസ്റ്റിക് വയലൻസിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ല. അതിന് എന്താ പറയേണ്ടത്, പക്ഷേ ഇതിനെ ബേസ് ചെയ്ത് നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഇത് രണ്ടും തങ്ങളിൽ ഒരു സ്ട്രോങ് റിലേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നു. അപ്പം ആൽക്കഹോൾ അബ്യൂസ് ഉള്ള ആൾക്കാർക്ക്, ആൽക്കഹോളിന്റെ ഉപയോഗം കൂടുതലുള്ളവർക്ക് ഡൊമസ്റ്റിക് വയലൻസിനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ദോസ് ആർ ദ പോയിന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നൗ ലെറ്റ് us ലുക്ക് അറ്റ് ഡൊമസ്റ്റിക് വയലൻസ്. എന്തൊക്കെ തരം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകാം, എന്തൊക്കെയാണ് അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻസ് എന്നും കൂടിയൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ്സ് physical, sexual, emotional, psychological and economic abuse in intimate relationships. Intimate relationship അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അല്ലേ? ഇനി എന്താ പറയേണ്ടത്, ഡൊമസ്റ്റിക് വയലൻസ് പലപ്പോഴും അത് ഹസ്ബൻഡും വൈഫും തങ്ങളിൽ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ പേരൻസിന്റെ അടുത്തും ആകാം ഇതേ കണക്കുള്ള അബ്യൂസ് നടത്തുന്നത്. പേരൻസിനെയും ഒരു പക്ഷേ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യാം, ഇമോഷണലായിട്ട് അബ്യൂസ് ചെയ്യാം, അല്ലേ? എക്കണോമിക് ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ അവിടെ വരാവുന്ന സിറ്റുവേഷനാണ്. പവർ ഇംബാലൻസസ് ആൻഡ് സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയൽ നോംസ് ഓഫൻ സസ്റ്റെയിൻ മെയിൽ ഡോമിനൻസ് ഓവർ വിമൻ. അപ്പോൾ ഓൾറെഡി ദർ ഇസ് എ പവർ ഇംബാലൻസ് അവിടെ നിൽക്കുന്നുണ്ട്. സി ദ മാൻ ഓഫ് ദ ഹൗസ് ആൻഡ് ദ വുമൺ ഓഫ് ദ ഹൗസ് രണ്ടുപേർക്കും ഈക്വൽ പവർ അല്ല നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ. നമ്മൾ ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാടധികം സംസാരിക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടീസ് ദർ ഇസ് എൻ ഇംബാലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? നമ്മുടെ ആ ഒരു സോഷ്യൽ നോം അനുസരിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നടന്നു വരുന്നത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പലയിടത്തും നമുക്ക് കാണാം ഒരു മെയിൽ ഡോമിനൻസ് തന്നെ അവിടെ ഉണ്ടാകുന്നു ഓവർ ദ വിമൻ എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ്
പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നിലവിൽ വരുന്നത്. അപ്പൊ 2005 ഈ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് ആക്ച്വലി അത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ സ്കോപ്പ് തന്നെ ഒരുപാട് അധികം വൈഡൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ എനി ആക്ട് ദാറ്റ് ഹാംസ് ദ ഫിസിക്കൽ, മെന്റൽ ഓർ ഇമോഷണൽ വെൽബീയിങ് ഓഫ് ദ വിക്ടിം. ഇവിടെ നമുക്ക് വിക്ടിം എന്ന് പറയാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഹാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഹാം ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണല്ലോ ഇവിടെ വിക്ടിം എന്ന് പറയുന്നത്. മറ്റേ വ്യക്തിയെ വേണമെങ്കിൽ പ്രെഡേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണല്ലോ ഈ ഒരു വിക്ടിമിന് ഹാം കൊടുക്കുന്നത്. അപ്പൊ ആ ഹാമിന് എന്താ പറയേണ്ടത്, ഹാം എല്ലാം ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണ് ഇവിടെ വിക്ടിം ആയി മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വാക്കിന്റെ മീനിങ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഒരു പക്ഷേ പ്രൊലോങ്ഡ് ആയിട്ടുള്ള എബ്യൂസ് ഇവിടെ ആവശ്യമുണ്ടെന്നില്ല. ഈ ഒരു ആക്ട്, അതായത് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് കുറെ നാൾ കൊണ്ടേ ഈ ഒരു ഫിസിക്കൽ എബ്യൂസ് അല്ലെങ്കിൽ ഒരു മെന്റൽ എബ്യൂസ് നടക്കുന്നു എന്നുള്ളതിന് നിർബന്ധം ഇല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഇത് എപ്പോഴും ഈ ഒരു വയലൻസ് സംഭവിച്ചാലും അത് ഈ ഒരു ആക്ടിന്റെ കീഴിൽ വരുന്നുണ്ട്. ഇനി പല തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. അതിൽ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അടിക്കുന്നത്, ഹിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ കൈ മുറുക്കി പിടിച്ചിടിക്കുന്നതിനെ ഹിറ്റിംഗ് എന്ന് പറയാം. സ്ലാപ്പിംഗ് ബേസിക്കലി കൈ കൊണ്ട് മുഖത്തടിക്കുന്ന ആ ഒരു പ്രക്രിയക്ക് സ്ലാപ്പിംഗ് എന്ന് പറയാം. തള്ളുന്നത് പോലും ഫിസിക്കൽ അബ്യൂസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിലും അതും ഫിസിക്കൽ അബ്യൂസിന്റെ കൂട്ടത്തിൽ കണക്കാക്കുന്നു എന്നുള്ളത്. ഇനി മറ്റൊന്ന് സെക്ഷുവൽ അബ്യൂസ് ആണ്. സെക്ഷുവൽ അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോഴ്സിങ് സെക്ഷുവൽ ആക്ട്സ് അഗെയിൻസ്റ്റ് വൺസ് വിൽ ഇൻക്ലൂഡിങ് മാരിറ്റൽ റേപ്പ്. മാരിറ്റൽ റേപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. ആൻഡ് അതായത് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും റേപ്പിന് പരാതിപ്പെടാം, റേപ്പ് ചെയ്തു എന്ന് പറയാം. അതിന് ചില സാഹചര്യങ്ങളുണ്ട്, ചില സിറ്റുവേഷൻസ് ഉണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ലെസൺ, കാരണം അത് ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വി വിൽ ഡിസ്കസ് ഇറ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ലെസൺ. അപ്പൊ സെക്ഷുവൽ അബ്യൂസ് ഇസ് അനദർ വേ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അബ്യൂസ് എന്നിവിടെ പറയാം. അപ്പൊ ഹ്യൂമിലിയേറ്റിംഗ്, ഒരു വ്യക്തിയെ എന്താ പറയണ്ടേ, ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ, അതിന്റെ ഏറ്റവും മയപ്പെട്ട ഒരു സംഗതിയാണ് നാണം കെടുത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക്. ദാറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്. മാനിപ്പുലേറ്റിംഗ് എന്താണ്, ഒരു വ്യക്തിക്ക് ഹാം വരത്തക്ക രീതിയിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റുന്നതിനെ നമുക്ക് മാനിപ്പുലേറ്റിംഗ് എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ ഡീഗ്രേഡിങ് എ പാർട്ട്ണർ ടു കൺട്രോൾ ദിയർ സെൽഫ് വർത്ത്. അപ്പോൾ നമ്മൾക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ പാർട്ട്ണർ. അപ്പോൾ ഓരോ പാർട്ട്ണർക്കും, അല്ലെ, സ്പൗസസ് നമുക്കിവിടെ പറയാം. അപ്പോൾ ഓരോ പാർട്ട്ണർക്കും അവരുടേതായ ഒരു സെൽഫ് ഡിഗ്നിറ്റി ഉണ്ട്, ഒരു സെൽഫ് വർത്ത് ഉണ്ട്. അപ്പൊ ഈ ഒരു സെൽഫ് വർത്ത്, അതായത് ഇപ്പം എൻ്റെ വർത്ത് ഒരു പക്ഷേ കൂടുതലാണെന്ന് കാണിക്കാനോ, ഇനി അതല്ലെങ്കിൽ മറ്റേ വ്യക്തി അത്ര വേർതി അല്ല എന്ന് കാണിക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പ്രക്രിയകളാണ് ഈ ഒരു ഇമോഷണൽ, മാനസികമായ പീഡന എന്ന് നമുക്ക് പറയാം. ആൻഡ് ദെൻ കംസ് ദി എക്കണോമിക് അബ്യൂസ്. ഇപ്പം കൺട്രോളിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ഇൻക്രീസ് ഡിപ്പെൻഡൻസി, അതാണ് എക്കണോമിക് അബ്യൂസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ let's consider the man is in charge of the house, അല്ലെങ്കിൽ man is the one who is dominating എന്നുള്ളത്. അപ്പൊ ഇവിടെ വിക്ടിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ മാൻ ആകാം അല്ലെങ്കിൽ വുമണും ആകാം വിക്ടിം എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ the man is controlling the money that goes into the woman's hands. അപ്പൊ അവർക്ക് ആവശ്യത്തിനുള്ള പൈസ കൊടുക്കാതെ അവരിലുള്ള ഡിപ്പെൻഡൻസി കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പൊ ഇതൊരു തന്ത്രമാണ്. എന്താ, ആ ഡിപ്പെൻഡൻസി കൂട്ടിക്കൊണ്ടുവരുമ്പോഴത്തേക്ക് എപ്പോഴും മറ്റേ വ്യക്തി എനിക്ക് അടിമപ്പെട്ട് നിൽക്കുമല്ലോ എന്നുള്ള ഒരു തന്ത്രം. ഇനി വേർബൽ അബ്യൂസും വരും. അപ്പൊ ഹ്യൂമിലിയേഷൻ ഓർ ഡീഗ്രേഡിങ് സ്പീച്ച്, തെറി പറയുന്നതാകാം, ഒരു വ്യക്തിയെ നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഹ്യൂമിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമീൻ ഓഫ് ദ വിക്ടിം എന്നൊക്കെയാണ് നിയമത്തിൽ പറയുന്ന വാക്യങ്ങൾ. ഡിമീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ
എന്താ പറയേണ്ടത്, തരം താഴ്ത്തി സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ആൽക്കഹോളിസത്തിന്റെ കുറച്ചൊരു ഡിസ്കഷൻ, അതിന്റെ ഡെഫിനിഷനും അതിന്റെ ഇമ്പാക്റ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ആൽക്കഹോളിസം എന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആൽക്കഹോളിസം എന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? എക്സസീവ് അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള മദ്യപാനത്തെ ആൽക്കഹോളിസം എന്ന് പറയാം. അപ്പോൾ ഈ മദ്യപാനത്തിന് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് അല്ലെ? ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി, അതായത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയുടെ ബന്ധങ്ങൾ തകരാറിലാകും, ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ സ്റ്റാൻഡിങ് സൊസൈറ്റിയിൽ ഒരു നല്ല വിലയും ഇല്ലാതെയായി പോകും എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും എന്താ പറയണ്ട, ഇതിലേക്ക് പോകാനുള്ള ആ ഒരു പ്രവണത, ആ ഒരു ടെൻഡൻസി, ദാറ്റ് ഇസ് വാട്ട് ഇസ് ആൽക്കഹോളിസം. അപ്പൊ പലപ്പോഴും ആൽക്കഹോളിസം കൊണ്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇനി മറ്റൊരു സംഗതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൽക്കഹോളിസം ശരിക്കും ഒരു വ്യക്തിയുടെ ജഡ്ജ്മെന്റിനെ ഇമ്പയർ ചെയ്യും. അതായത് ആ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ ഇതുകൊണ്ടാണ് മദ്യം കഴിച്ചിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആ കണ്ണിന്റെയും കൈയുടെയും കാലിന്റെയും ഒക്കെ കോർഡിനേഷൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ കോർഡിനേഷന്റെ സ്പീഡ് കുറയും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഒരു റെസ്പോൺസിന് നമുക്ക് ടൈം കൂടുതൽ എടുക്കും. നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പം പെട്ടെന്ന് എന്തെങ്കിലും മുന്നിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തണം. ഒരു നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് ഒരു റെസ്പോൺസ് ടൈം ഉണ്ട്. ആ റെസ്പോൺസ് ടൈം ചിലപ്പോൾ 1 സെക്കൻഡോ 2 സെക്കൻഡോ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ താഴെയാകാം. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ആ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതേ വ്യക്തിയുടെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 4, 5, 10 ഇരട്ടി വരെയാകാം. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ആ കോർഡിനേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാല് ബ്രേക്കിൽ എത്തണമെന്ന് നിർബന്ധമില്ല. കാല് ബ്രേക്കിൽ എത്തുന്നതിന് പകരം കാല് ആക്സിലേറ്ററിൽ തന്നെ അങ്ങ് അമർന്നിരുന്നു പോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ എന്താ പറയേണ്ടത്, ഈ ഒരു അഗ്രസീവ് ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടി വരും. അത് ആൽക്കഹോളിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ അഗ്രസീവ് ആക്കുക എന്നുള്ളത്. ഇനി ആൽക്കഹോളിസത്തിന്റെ കോസസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടാകാം, ഓക്കെ, ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടാകാം, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടാകാം. അപ്പൊ 3 തരത്തിലെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കോസസ് ഓഫ് ആൽക്കഹോളിസം, അതിന്റെ റീസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഹെറിഡിറ്ററി ഡിസ്പൊസിഷൻ ടുവേർഡ്സ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് അല്ലേ? അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് ആ ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് മനുഷ്യന്റെ ശരീരത്തിൽ വരുന്നത്. സോ ദർ ഇസ് എ ബയോളജി ബിഹൈൻഡ് ഇറ്റ്, ദർ ഇസ് എ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ ഈ ഒരു കാരണം മാത്രം നമ്മൾ ഇവിടെ അറിഞ്ഞിരുന്നാൽ മതി. അതിന്റെ പിന്നിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഫോർ അവർ ഡിസ്കഷൻ. ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പൊ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന നിലയിൽ ആൽക്കഹോളിക്സ് ആവുന്നവരുണ്ട്. ഒത്തിരി അധികം സ്ട്രെസ് അനുഭവപ്പെടുമ്പം, ആങ്സൈറ്റി അനുഭവപ്പെടുമ്പം, ഇനി ഡിപ്രഷനിൽ ഇരിക്കുകയാണെങ്കിൽ, ആൽക്കഹോളിസം തന്നെ ഒരു ഡിപ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവര് മദ്യപിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ദുഃഖം, ഒരു വിഷമം ഉണ്ടാകുന്നു എന്നുള്ളത്. സോ ആൽക്കഹോൾ തന്നെ ഒരു ഡിപ്രസന്റ് ആണ്. അപ്പൊ ഡിപ്രഷന് ഒരു സ്വയം ചികിത്സ എന്നുള്ള നിലയിൽ ആൽക്കഹോളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് എൻ്റെ ദുഃഖം മറക്കാൻ, നമ്മൾ പഴയകാല 70കളിലെ സിനിമ 80കളിലെയൊക്കെ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരുപാട് ആൽക്കഹോളിസം, അവരുടെ എന്താ പറയുന്നത്, ഭാര്യ മരിച്ചതിന്റെ ദുഃഖം, മക്കൾ മരിച്ചതിന്റെ ദുഃഖം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചതിന്റെ ദുഃഖം, അങ്ങനെയുള്ള ദുഃഖത്തിൽ ആൽക്കഹോളിസത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ മദ്യം ഇതെല്ലാം മറക്കാനായിട്ട് സഹായിക്കും എന്നുള്ള ആ ഒരു ചിന്ത, അതാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്താണ്? ഏർലി എക്സ്പോഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ കുഞ്ഞു പ്രായം മുതലേ ആൽക്കഹോൾ കണ്ടു വളരുന്ന ഒരു സാഹചര്യം. ഇനി അതുമല്ലെങ്കിൽ സോഷ്യൽ പ്രഷേഴ്സ് പലപ്പോഴും ആൽക്കഹോളിസം തുടങ്ങി വെക്കുന്നതിനുള്ള ഒരു സാധ്യതയായി മാറും. ഇപ്പോ നമ്മൾ എന്താ പറയണ്ടേ, കോർപ്പറേറ്റ് കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ കോർപ്പറേറ്റ് കൾച്ചർ, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ കുറെ വാർത്തകൾ കേട്ടിരുന്ന്, ടെക്നോ പാർക്ക് തിരുവനന്തപുരം, അവിടെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഫോളോ ചെയ്യുന്നു. അപ്പൊ സർക്കാരിന്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു, അത് നടപ്പായോ എന്ന് എനിക്കറിയില്ല, അതിനകത്ത് ബാർ ലൈസൻസ് കൊടുക്കുക എന്നുള്ളത്, അതിനകത്ത് ബാർ തുടങ്ങുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു കോർപ്പറേറ്റ് കൾച്ചറിന്റെ ഭാഗമാണ് ഈ മദ്യപാനം എന്ന് പറയുന്നത്. അപ്പൊ കോർപ്പറേറ്റ് പാർട്ടീസിനൊക്കെ പല കമ്പനീസും
അവരുടെ സ്റ്റാഫിന് മദ്യം വിളമ്പാറുണ്ട്. എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് എന്താ പറയേണ്ടത്, ആ ഒരു ഫുൾ ഇന്ത്യൻ കൾച്ചറിലുള്ള കമ്പനീസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ആ ഒരു 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 ഫോറിൻ കൾച്ചറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ അതാണ് പറയുന്നത് സോഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സീനിയർ മാനേജർ വന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് തന്നിട്ട് കഴിക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ കഴിക്കാതിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത. സോ അതാണ് സോഷ്യൽ പ്രഷർ. ഇനി അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ആ ഒരു പ്രഷർ അവിടെ ഉണ്ടാകുന്നു. സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്നു, അപ്പൊ അവർ പറയും യെസ് മദ്യപിക്കണം. അതാണ് ഈ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്, ഇവിടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇവിടെ എൻവയൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. വെറുതെ ഒരു ഫാഷന് വേണ്ടിയിട്ട് മദ്യപിച്ച് തുടങ്ങുന്നു എന്നുള്ളത് അത് അവസാനം വലിയ മദ്യപാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസും ആൽക്കഹോളിസത്തിനെയും നമുക്ക് ലിങ്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്? ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കുക, ആൽക്കഹോളിസം ഡസ് നോട്ട് ഡയറക്ട്ലി കോസ് ഡൊമസ്റ്റിക് വയലൻസ്, പക്ഷേ ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് കോസിങ് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളതാണ്. കാരണം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഈ ഒരു വ്യക്തി വളരെ അബ്യൂസീവായി മാറും, ഈ ഒരു വ്യക്തി വളരെ ഹാംഫുൾ ആയി മാറും, ഈ ഒരു വ്യക്തി വളരെ അഗ്രസീവായി മാറും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൽക്കഹോളിസം, അപ്പൊ ആൽക്കഹോളിസം ഡയറക്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളതല്ല അവിടെ പറയുന്നത്, പക്ഷേ ഡൊമസ്റ്റിക് വയലൻസിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തികളിൽ. ഇനി മറ്റൊരെണ്ണം, alcohol lowers inhibitions and impairs judgments, making violence more likely. ഇപ്പം എപ്പോഴാണ് നമ്മൾ വയലന്റ് ആകുന്നത്, നമുക്ക് കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റിൽ എത്താൻ സാധിക്കാതെ, അല്ലെങ്കിൽ നമുക്കൊരു ഫൊഗിവിങ് ആയിട്ടുള്ള ആ ഒരു നേച്ചർ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോഴത്തേക്ക്. സോ ദാറ്റ്സ് അനദർ പോയിന്റ് ഹിയർ. നൗ ഇനി ആൽക്കഹോൾ കൺസംഷൻ by both the abuser and the victim also hinders intervention efforts. അപ്പൊ ഇവിടെ ഈ അബ്യൂസ് ചെയ്യുന്ന വ്യക്തി, അബ്യൂസർ, ആൻഡ് വിക്ടിം, അബ്യൂസ് ചെയ്യപ്പെടുന്ന വ്യക്തി, ഇവർ രണ്ടുപേരും ആൽക്കഹോൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലോ ഒരു തരത്തിലുള്ള ഒരു ഇന്റർവെൻഷൻ അവിടെ നടക്കത്തില്ല, അല്ലെ? ഇപ്പൊ രണ്ടുപേരും ഒരേ കണക്ക് അവിടെ പ്രവർത്തിക്കും. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എഗെയിൻ ഈ ഇപ്പൊ രണ്ടുപേരും ആൽക്കഹോളിന്റെ വിക്ടിംസ് ആണ് രണ്ടുപേരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അവര് ഒരു പക്ഷേ സഹായം തേടുകയോ അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെമഡിയൽ മെഷർ രണ്ടു കൂട്ടരും അതിന് പോകാതെ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഈ ഒരു സൈക്കിൾ ഓഫ് ഡിപ്പെൻഡൻസ് ആൻഡ് അബ്യൂസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സംഗതി. സോ ദിസ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം. ഇനി സ്പെസിഫിക്കലി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാനാണെന്നുണ്ടെങ്കിലോ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അഗ്രഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെ? അപ്പൊ സ്പെസിഫിക്കലി ആ റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇമോഷണൽ റിസ്പോൺസസ് വളരെ എക്സസീവ് ആയി പോകും എന്നുള്ളതാണ്. അപ്പൊ ഇമോഷൻസിനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സങ്കടം കൂടും എന്നാണ് പറയുന്നത് ആൽക്കഹോള് ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് പോകും. മറ്റൊന്ന്, ഈ കോൺഫ്ലിക്റ്റ് അങ്ങ് എസ്കലേറ്റ് ആയി പോകും എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു റെസൊല്യൂഷൻ സ്കിൽസ്, അവിടെ ഒരു പ്രശ്നം വന്നാൽ, ഒരു തർക്കം, ഒരു വഴക്ക് ഉണ്ടായാൽ അതിനെ പരിഹരിക്കുന്നതിന് പകരം ആ വഴക്ക് എങ്ങനെ വലുതാക്കി കൊണ്ടുപോകാം എന്നുള്ളതേ ആൽക്കഹോൾ ഉള്ളിൽ ഉള്ള സമയത്ത് ആ ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. ഇനി ഇറ്റ് ആക്ട്സ് ആസ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ അബ്യൂസ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയാ, മദ്യപിച്ച് എന്തെങ്കിലും കുറ്റം ചെയ്തതിന് ശേഷം അയ്യോ ഞാനത് മദ്യത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ് എന്ന് പറയുന്ന ആ ഒരു പ്രവണത, ആ ഒരു ടെൻഡൻസി. ഇനി വിക്ടിം വൾണറബിലിറ്റി ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ ഇതെന്താണ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു വളരെയധികം വൾണറബിൾ ആക്കും, അല്ലെങ്കിൽ വളരെയധികം സാധ്യത അവിടെ കൂടും അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നതിന്. കാരണം ഇവിടെ ഈ വിക്ടിംസ് വിൽ ഫീൽ ലെസ് കേപ്പബിൾ ഓഫ് ലീവിങ് അബ്യൂസീവ് റിലേഷൻഷിപ്സ്. അതാണ് അതിന്റെ ആ ഒരു റീസൺ ആയിട്ട് ശരിക്കും അവിടെ പറയുന്നത്. സോ ആൽക്കഹോൾ ഡിപ്പെൻഡൻസി മേക്സ് ഇറ്റ് ഹാർഡർ ഫോർ വിക്ടിംസ് ടു ലീവ് അബ്യൂസീവ് സിറ്റുവേഷൻസ്.
അപ്പോൾ ഈ വിക്ടിം ആണ് അബ്യൂസ് ചെയ്യപ്പെടുന്ന വ്യക്തി. അപ്പോൾ ആ അബ്യൂസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വിട്ടു പോകുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു ടെൻഡൻസി അവിടെ കുറഞ്ഞു പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം ഇത് രണ്ടും നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം സോഷ്യോളജിസ്റ്റ്സ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് കുറച്ചും കൂടെ അധികം ഇൻസൈറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തിയറീസ് ഉണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. കുഞ്ഞു കുഞ്ഞു തിയറീസ് ആണ്, ജസ്റ്റ് അതിൻ്റെ ആശയങ്ങൾ മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു ടേം എവിടെയെങ്കിലും നിങ്ങൾ കേട്ട് കഴിഞ്ഞാലോ ഒരു ചോദ്യത്തിൽ കണ്ടാലോ അത് നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം വാട്ട് ഇറ്റ് മീൻസ് എന്നുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസത്തിന്റെ തിയറീസ്, ആദ്യം ഒരു ഫെമിനിസ്റ്റ് തിയറി ഉണ്ട്. സോ വാട്ട് ഇസ് ദ ഫെമിനിസ്റ്റ് തിയറി സേ? ഈ ഒരു തിയറി പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് മെയിൽ ഡോമിനൻസ് ആൻഡ് കോവേർഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താ? മെയിൽ ഡോമിനേഷൻ കൊണ്ടാണ് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുന്നതെന്നാണ് ഫെമിനിസ്റ്റ് തിയറി ശരിക്കും പറയുന്നത്. ഓക്കെ, അപ്പം പേട്രിയാക്കൽ സൊസൈറ്റീസ് നമുക്കറിയാം. വാട്ട് ഇസ് എ പേട്രിയാക്കൽ സൊസൈറ്റി എന്നുള്ളത്? പേട്രിയാക്കൽ സൊസൈറ്റീസ് ആണ് ഈ സബോർഡിനേഷൻ ഓഫ് വിമൻ ഉണ്ടാകുന്നത് ഇസ് ബിക്കോസ് ഓഫ് എ മെയിൽ ഡോമിനന്റ് അല്ലെങ്കിൽ പേട്രിയാക്കൽ സൊസൈറ്റി. സോ ദിസ് മേക്സ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ നോർമൽ. അപ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ള പുരുഷന്മാരുള്ള ഒരു പേട്രിയാക്കൽ സൊസൈറ്റിയിൽ അവർ സബോർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്ത്രീകളെ, അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് സ്ത്രീകളെ. അപ്പം ഒരു നാച്ചുറൽ ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾക്കെതിരെ അക്രമം അഴിച്ചു വിടുക എന്നുള്ളത് ഒരു നോർമൽ സംഗതി ആണ് എന്നുള്ളതാണ് ഫെമിനിസ്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, നോർമൽ ആണെന്നും പറഞ്ഞ് അതിനെ നമുക്ക് പൊറുക്കാൻ കഴിയുമെന്നല്ല പറയുന്നത്. ആ ഒരു അതായത് ആ ഒരു മെയിൽ ഡോമിനന്റ് സൊസൈറ്റിയിൽ അത് സർവ്വസാധാരണമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അടുത്തത് ഒന്ന് റിസോഴ്സ് തിയറിയാണ്. അപ്പൊ ഈ റിസോഴ്സ് തിയറി അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ ഹൂ ലാക്ക് റിസോഴ്സസ്, അപ്പൊ റിസോഴ്സസ് എന്ന് പറയുമ്പം വിദ്യാഭ്യാസം ആകാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകാം, അതാണ് റിസോഴ്സസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ മെൻ ഹൂ ലാക്ക് റിസോഴ്സസ് ആർ മോർ ലൈക്ലി ടു റിസോർട്ട് ടു വയലൻസ്. ഈ റിസോഴ്സസ് ഇല്ലാതെ വരുന്ന അവസരത്തിൽ, അതായത് അവർക്ക് സാമ്പത്തികമില്ല, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, നല്ലൊരു ജോലിയില്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് വയലന്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തിനാണ്? മറ്റൊരു മാർഗത്തിലും അവർക്ക് ആ ഒരു സ്ത്രീയുടെ മുകളിൽ ഡോമിനന്റ് ആകാനായിട്ട് അല്ലെങ്കിൽ ഡോമിനേഷൻ കാണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ വയലൻസിലൂടെ ഡോമിനേഷൻ അവിടെ കൊണ്ടുവരും എന്നുള്ളത്. പിന്നെ നമുക്കൊരു സൈക്കിൾ ഓഫ് വയലൻസ് തിയറി ഉണ്ട്. അപ്പൊ ഈ സൈക്കിൾ ഓഫ് വയലൻസ് തിയറി ശരിക്കും ലെനോറെ വാക്കർ ആണ് ഈ ഒരു തിയറിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. അപ്പൊ അവര് പറയുന്നത് റെപ്പിറ്റേറ്റീവ് സൈക്കിൾ ഇൻ അബ്യൂസീവ് റിലേഷൻഷിപ്സ്. അപ്പൊ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ ആ ഒരു അബ്യൂസ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സൈക്കിൾ. ഇതിനൊരു അന്ത്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രത്യേകതകൾ ഈ ഒരു തിയറി അനുസരിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ടെൻഷൻ കൂടി വന്നുകൊണ്ടേയിരിക്കും. അക്യൂട്ട് ആയിട്ടുള്ള വയലന്റ് ഇൻസിഡൻസ് അവിടെ ഉണ്ടാകും. ആൻഡ് എന്താ പറയുന്നത് ദേ വുഡ് ബി എ റീകൺസിലിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് എപ്പോഴും അത് വീണ്ടും റിപ്പീറ്റായി വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പം ആൽക്കഹോളിക് ആണ് എങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഒരു സൈക്കിൾ ഓരോ തവണ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആ ഒരു അഗ്രസീവ് നേച്ചർ വീണ്ടും വീണ്ടും കൂടി വരും എന്നുള്ളതാണ് ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ ഓഫ് വയലൻസ് തിയറി പറയുന്നത്. And then we have the psychopathological theory. അപ്പൊ എന്താണ് സൈക്കോപാത്തോളജിക്കൽ തിയറി പറയുന്നത്? അപ്പൊ ശരിക്കും സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഇവിടെ ഫോക്കസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ആ അബ്യൂസറിന്റെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും എടുക്കും, വിക്ടിമിന്റെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ആൽക്കഹോൾ കൺസംഷനെ മെന്റൽ ഹെൽത്തുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോ ഡിപ്രഷൻ ഉണ്ടാകാം അല്ലെ? ഇപ്പം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വൈഫിന് ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരു ഇമ്പൾസ് കൺട്രോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തോന്നുന്നത് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക്
വീണ്ടും വിചാരമില്ലാതെ വീണ്ടും വീണ്ടും ആ ഒരു വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യും. ഇനി മറ്റൊരു തിയറി എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. 5ാമത്തെ തിയറി. 5 തിയറീസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറി ശരിക്കും പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് ലേൺ വയലന്റ് ബിഹേവിയേഴ്സ് ബൈ ഒബ്സർവിങ് ആൻഡ് മിമിക്കിംഗ് അതേഴ്സ്. അവര് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് മറ്റുള്ളവരെ മിമിക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്താ പറയേണ്ടത്, വയലന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് സ്വയമേ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആൽക്കഹോളിസം ഇൻ ദ ഫാമിലി ഓഫൻ പെർപച്വേറ്റ്സ് എ സൈക്കിൾ ഓഫ് വയലൻസ്. അത് ആൽക്കഹോളിക് ആയിട്ടുള്ള, അപ്പൊ ആൽക്കഹോളിസം ഇൻ ദ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഗ്രാൻഡ് ഫാദർ മദ്യപിക്കും, അത് കഴിഞ്ഞുള്ള ജനറേഷനിലെ മക്കള് മദ്യപിക്കുന്നു, അത് കഴിഞ്ഞുള്ള ജനറേഷനിലെ മക്കള് മദ്യപിക്കുന്നു. അതാണ് ആൽക്കഹോളിസം ഇൻ ദ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ജനറേഷൻസ് ആയിട്ട് ആ മക്കള് എല്ലാം മദ്യപിച്ചു വരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് വയലൻസ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറുകയാണ്. അപ്പോ വീണ്ടും എവർക്കുണ്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറക്കാര് ഇത് തന്നെ കണ്ടു വളരെയാണ് അല്ലെ. അപ്പൊ അവര് ആൽക്കഹോൾ ഉപയോഗിക്കാനുള്ള ആ ഒരു സാധ്യത അവിടെ കൂടുന്നു. ആൽക്കഹോൾ അബ്യൂസിലേക്ക് ഇവരെല്ലാവരും കടക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആൽക്കഹോളിസത്തിന് ഒരു എന്താ പറയേണ്ടത്, ഒരുപാടധികം ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് അതിനുണ്ടാകും. സ്പെസിഫിക്കലി ആ ഒരു സോഷ്യോ കൾച്ചറലി ആൻഡ് അതേപോലെ എക്കണോമിക് ഇംപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ കൾച്ചറൽ നോംസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ ഈ ആൽക്കഹോളിസവുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന വയലൻസ് ഉണ്ടല്ലോ, സ്പെസിഫിക്കലി വയലൻസ് വിത്ത് ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ്, ഇതിനെ ഒരു സൊസൈറ്റിയൽ ബിലീഫ്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. അങ്ങനെയാണ് എന്താ പറയണ്ടേ, മെയിൽ സുപ്പീരിയോറിറ്റി അവിടെ വീണ്ടും ഒന്ന് ഉറപ്പിക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഇപ്പൊ പല സൊസൈറ്റീസിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രഡീഷണൽ ജെൻഡർ റോൾസ് ഉണ്ടല്ലോ, പിന്നെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എക്കണോമിക് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, പിന്നെ ആ ഒരു മെയിൽ ഇസ് ദ ഡോമിനന്റ് ഫിഗർ എന്നുള്ള ആ ഒരു ആക്സെപ്റ്റൻസ് അവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നു എന്നുള്ള. ആൻഡ് എക്കണോമിക് ഡിപ്പെൻഡൻസി ഒരു ഇംപ്ലിക്കേഷൻ ആണ്. അപ്പം എക്കണോമിക് റിലയൻസ് ഓൺ അബ്യൂസേഴ്സ്, ഈ അബ്യൂസ് ചെയ്യുന്ന വ്യക്തി, കാരണം വിക്ടിംസ് അവിടെ ഡിപ്പെൻഡന്റ് ആണ് ഈ അബ്യൂസേഴ്സിൽ, ബിക്കോസ് അബ്യൂസേഴ്സ് ആർ ദ മെയിൽസ് ആൻഡ് പ്രോബബ്ലി ദേ ആർ ദ വൺസ് ഹു ആർ ഏർണിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് അവർ ഡിപ്പെൻഡന്റ് ആയി പോകുന്നു, അവരുടെ ഡേ ടു ഡേ ലൈഫിന് അവർ ഡിപ്പെൻഡന്റ് ആണ് അവിടെ. അങ്ങനെ ഡിപ്പെൻഡന്റ് ആയി വിട്ടുപോകാൻ പറ്റാതെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ. ദെൻ കംസ് ദ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ളത്. അപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, എക്സസീവ് ആയിട്ടുള്ള ആൽക്കഹോൾ ഈ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടേ, ഒരു നോർമൽ ബിഹേവിയർ ആയിട്ട്, ഒരു നോർമൽ കോപ്പിംഗ് ബിഹേവിയർ ആയിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ കോപ്പ് ചെയ്യുന്നതിന് ഇത് സർവ്വസാധാരണമാണ് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുന്നത്, അതാണ് ശരിക്കും ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതും ശരിക്കും എന്താ പറയേണ്ടത്, കുറച്ചും കൂടെ ഒന്ന് കൂടുതലാക്കി കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇതിനകത്തുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കുറച്ചും കൂടെ കൂടുതലായി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിപ്പെൻഡൻസി മാത്രമല്ല, ഇത് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത, ഇത് സർവ്വസാധാരണമാണ്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് എന്നുള്ള ആ ഒരു ചിന്ത മൈൻഡിൽ വരുമ്പോഴത്തേക്ക് ദെൻ ദർ ഇസ് എ പ്രോബ്ലം അല്ലേ. ആൻഡ് വാട്ട് എൽസ് ടു വി ഹാവ് ഹിയർ? അപ്പം ഇമ്പാക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം, അതിന്റെ ഇമ്പാക്ട് സ്പെസിഫിക്കലി ഇവിടെ ഒന്ന് നോട്ട്സ് ആക്കി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ സ്പെസിഫിക്കലി അത് നോട്ട്സിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സോ ദറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. ഓരോ പോയിന്റ്സ് ആണല്ലോ നമ്മൾ പ്രധാനമായിട്ട് അവിടെ ഓർത്ത് ഇരിക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ ഇഞ്ചുറീസ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ആങ്സൈറ്റി, PTSD, ഡിപ്രഷൻ, ഇതൊക്കെ കോമൺ ആയിട്ട് വരും. ഹെൽത്ത് കൺസേൺസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് എക്കണോമിക് ഇമ്പാക്ട് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വിക്ടിംസിന് പലപ്പോഴും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇന്റർ ജനറേഷണൽ ഇമ്പാക്ട് വരെ അത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ചിൽഡ്രൻ എക്സ്പോസ്ഡ് ടു ഡൊമസ്റ്റിക് വയലൻസ് ആർ മോർ ലൈക്ലി ടു ഡെവലപ്പ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലെ. കുട്ടികളിലും അത് എഫക്റ്റ് ചെയ്യുന്ന, അങ്ങനെ കുട്ടികൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. നൗ ഇതിനെ
എങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്കൊന്ന് പ്രിവെന്റ് ചെയ്യാം. ഇന്റർവെൻഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെന്റ് നടത്താം. അപ്പൊ അതിന് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത്, ആ ഒരു വയലന്റ് ബിഹേവിയറും ആൽക്കഹോൾ ഡിപ്പെൻഡൻസി ഒക്കെ മാറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഇനി പബ്ലിക് അവെയർ ക്യാമ്പയിൻസ് നടത്താം. അപ്പൊ പബ്ലിക് അവെയർനെസ്, ഇതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്താണെന്നുള്ളത് പബ്ലിക്കിനെ പഠിപ്പിക്കുക. അപ്പൊ പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ നമുക്ക് ഇനി വരുന്ന തലമുറയെ, കുട്ടികളെ നമുക്കത് പഠിപ്പിച്ച് അവരെ അതിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ആൽക്കഹോൾ അവെയർനെസ് ക്യാമ്പയിൻ കൊണ്ടുവരാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ലീഗൽ ഫ്രെയിം വർക്ക് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരുപാടധികം നിയമങ്ങൾ ഓൾറെഡി ദേ ആർ ഇൻ പ്ലേസ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലീഗൽ റിക്കോഴ്സ് അല്ലെങ്കിൽ ഒരു ലീഗൽ ആക്ഷൻ തന്നെയാണ്. പിന്നെ മറ്റനേകം സപ്പോർട്ട് സർവീസസ് ഇവിടെ ഉണ്ടാകും. ഇപ്പം ഷെൽട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിക്ടിംസിനുള്ള ഒരു ലീഗൽ എയ്ഡ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പോൾ ഒരുപാടധികം നോൺ വയലൻസ് ഓർഗനൈസേഷൻ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ NGOs, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം സപ്പോർട്ട് സർവീസസ് ഇന്ന് ലഭ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വി വിൽ ലുക്ക് അറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അപ്പൊ ഈ ഒരു ആക്ടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. കാരണം ദിസ് ഇസ് സംതിങ് that is important എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക്. ഇതിനകത്ത് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസത്തിലെ ലാസ്റ്റ് ടോപ്പിക് ഇതാണ്. അപ്പൊ അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് we will do that in the next part. Thank you very much for watching this part. ആൻഡ് ഇതിന്റെ നോട്ട്സും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് യു ക്യാൻ ജോയിൻ അവർ സ്റ്റഡി ഗ്രൂപ്പ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ അഹെഡ്.